ഞാനിപ്പോ വരാം. അർച്ചനേട്ടത്തെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. പലതരത്തിൽ അർച്ചന മുകളിലെത്തുന്നത് തടയാൻ ഒരുപാട് പേര് നോക്കി. കൊലപ്പെടുത്താൻ വരെ ശ്രമിച്ചു. എന്നാൽ അവിടെ എത്തിയ എൻ്റെ സുഹൃത്തുക്കൾ എല്ലാ അപകടങ്ങളിൽ നിന്നും അവരെ രക്ഷിച്ചു. അപ്പൊ അവന്തികയ്ക്ക് പൂജ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഞാൻ വാക്ക് പാലിച്ചു. ഇനിയെങ്കിലും ആദര എന്നെ സംശയിക്കരുത്. എന്റെ ജീവിതത്തിൽ പറ്റിയ തെറ്റുകളെല്ലാം തിരുത്താനുള്ള ശ്രമത്തിലാണ് ഞാൻ. ഇതും അതിനൊരു അവസരമായിട്ട് മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ. തൽക്കാലം ഇതിനെക്കുറിച്ചൊന്നും അർച്ചനോട് ചോദിക്കുകയോ പറയുകയോ ചെയ്യരുത്. അവന്തിക അറിഞ്ഞത് പ്രശ്നമാവും. എനിക്കറിയാം. എന്റെ കൺമുന്നിൽ വെച്ച് ഞാൻ അറിയുന്ന എന്ത് അപകടം ഉണ്ടായാലും എന്റെ ജീവൻ കൊടുത്തിട്ടായാലും ഞാൻ അർച്ചനെ രക്ഷിക്കും. ഇപ്പൊ എന്റെ സംശയങ്ങളെല്ലാം മാറി. ഒരാൾക്ക് ഒരിക്കലൊരു തെറ്റു പറ്റിയാൽ പിന്നീട് ഒരിക്കലും അയാൾക്കത് തിരുത്താൻ കഴിയില്ല എന്ന് വിചാരിക്കരുത്. ആത്മാർത്ഥമായിട്ട് വിചാരിച്ച തെറ്റുകൾ എപ്പോഴായാലും തിരുത്താൻ കഴിയും. സ്നേഹ നല്ല കുട്ടിയാ. ധനുഷും സ്നേഹവും സന്തോഷത്തോടെ ജീവിക്കണം. ഞങ്ങൾക്കതാ വേണ്ടത്. ചെയ്ത തെറ്റുകളിൽ നിന്നൊക്കെ ധനുഷ് തിരിച്ചു നടക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യ. കുഞ്ഞു കരയുന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി. സത്യത്തിൽ ഇപ്പോഴാണ് ഞാൻ സന്തോഷം എന്താണെന്ന് അറിയുന്നത്. ഇതുവരെ ഞാൻ സന്തോഷമാണെന്ന് വിചാരിച്ച ഒന്നും സന്തോഷമായിരുന്നില്ല. നല്ലതിനു വേണ്ടിയാണെന്ന് കരുതി ചെയ്തതൊന്നും നല്ലതായിരുന്നില്ല. ശരിക്കും ഇപ്പോഴാണ് ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റിയത്. അതും അർച്ചനയ്ക്ക് വേണ്ടി. ഇത് ചെയ്യാൻ പറ്റിയതിലാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. നിങ്ങൾ ഒറ്റൊരാള് കാരണ എല്ലാം നശിച്ചത്. നിങ്ങളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആ വഴിപാടുകളെല്ലാം പൂർത്തിയാക്കാൻ പറ്റുമായിരുന്നു. സച്ചി കൂടെ ഉണ്ടായതുകൊണ്ട് അർച്ചനയ്ക്കത് ചെയ്യാൻ സാധിച്ചു. നിങ്ങൾക്കറിയോ, അവസാനം നടക്കാൻ വയ്യാതെ വീണുപോയ അർച്ചനെ എടുത്തോണ്ടാ സച്ചി ആ മല കയറി തീർത്തത്. ഓ അത് ശരി. അപ്പോ ഞാനും നിന്നെ എടുത്തോണ്ട് മല കയറണമെന്നാണോ നീ പറഞ്ഞു വരുന്നത്? നിന്റെ കൂടെ ഒരുമിച്ചൊന്നും നടക്കാൻ പോലും താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ. പിന്നല്ലേ നിന്നെ എടുത്തോണ്ട് മല കയറുന്നത്? നന്ദേട്ടാ, കഴിഞ്ഞു പോയതെല്ലാം നന്ദേട്ടൻ മറക്കണം. ഞാൻ നന്ദേട്ടനെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, സത്യ. പക്ഷെ ഈ വീടിന്റെ മരുമകളായി മുന്നോട്ട് ജീവിക്കാൻ നന്ദേട്ടൻ എന്റെ കൂടെ നിൽക്കണം. നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു കുഞ്ഞു വേണം. അങ്ങനെയാണെങ്കിൽ അർച്ചന ചെയ്തതുപോലെ ഏതെങ്കിലും കുഞ്ഞിനെ പോയി നീ അഡോപ്റ്റ് ചെയ്യും. എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. നമ്മൾ തമ്മിൽ ഒരുമിച്ച് മുന്നോട്ട് പോകത്തില്ല. അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും വഴിക്ക് വിട്ടാ പിന്നെ ഈ വീട്ടിൽ ഞാൻ ആരാ? എന്താ എനിക്കിവിടെയുള്ള സ്ഥാനം? നിനക്ക് സ്ഥാനം കിട്ടാത്ത ഒരിടത്ത് നീ എന്തിനു പിടിച്ചു നിൽക്കണം? എല്ലാം അവസാനിപ്പിച്ച് അങ്ങ് പൊക്കൂടെ? ഞാൻ എങ്ങോട്ട് പോണം നന്ദേട്ടൻ പറയുന്നേ? നിനക്ക് എങ്ങോട്ട് വേണേലും പോവാം. അതിനു മുമ്പ് നീ ഒരു കാര്യം ചെയ്യണം. നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവെന്നുള്ള അവകാശം കൊണ്ട് ചോദിക്കുക. ഇത്രയും നാൾ എന്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങിയാടിയ ഒരു ഭാരം എടുത്തു മാറ്റാൻ വേണ്ടി ചോദിക്കുക. അടുത്ത ദിവസം നമുക്ക് ക്ഷേത്രത്തിലൊന്ന് പോണം. അർച്ചനടുത്ത് പോയതുപോലെ വല്ല മലയിലേക്ക് വേണോ? അല്ല, നിങ്ങളുടെ കുടുംബക്ഷേത്രമില്ലേ അവിടെ. എന്താ ഇപ്പൊ പ്രത്യേകിച്ച്? വെറുതെ ഒരാഗ്രഹം, നിന്നെയും കൂട്ടി അവിടെ വരെ പോകാൻ. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു കുഞ്ഞിനെ തരണമെന്ന് പ്രാർത്ഥിക്കാലോ. ഓഹോ, ഇങ്ങനെയൊക്കെയുള്ള വിചാരങ്ങൾ മനസ്സിലുണ്ടോ? പിന്നെ താൻ എന്ത് വിചാരിച്ചു? ഞാനൊരു മൂരാച്ചിയാണെന്നോ?
ഏയ് അങ്ങനല്ലെന്ന് എനിക്കറിയാം. ആ അവിടെ പോയി മുത്തിയമ്മയ്ക്ക് കരിവളയും തൊട്ടിലും പൊട്ടും വിളക്കും എല്ലാം വാങ്ങി വെക്കണം. രണ്ടുപേരും കൂടെ നല്ല ജോലിയിലാണല്ലോ. ഇതൊക്കെ ഞാൻ ചെയ്തോളാന്ന് ഇവളോട് പറഞ്ഞതാ, പക്ഷെ കേൾക്കണ്ടേ? എന്ത് ചെയ്താലും അതിന്റെ അറ്റത്ത് ദേ ഇതുപോലെ വന്നേക്കും. ആ, ഞാൻ ധനുഷിനോടൊരു നന്ദി പറയാൻ വന്നതാ. എന്തിന്? ധനുഷ് സഹായിച്ചില്ലായിരുന്നെങ്കിൽ ചേച്ചിക്കും സച്ചേട്ടനും അതൊന്നും ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. അതിന് ധനുഷ് എന്ത് ചെയ്തു? അതെ അതെ, ഞാനൊന്നും ചെയ്തില്ലല്ലോ. കഷ്ടപ്പെട്ട് അവര് മല കയറി ചെന്ന് വഴിപാടുകളൊക്കെ നടത്തി. അതില് ഞാനൊന്നും ചെയ്തിട്ടില്ല. ചെയ്ത കാര്യങ്ങളുടെ ഒന്നും ക്രെഡിറ്റ് ധനുഷിന് ആവശ്യമില്ലായിരിക്കും. പക്ഷെ സത്യം എന്താണെന്ന് എനിക്കറിയാം. സ്നേഹേ, നിനക്കറിയാത്തതുകൊണ്ടാ. അച്ചച്ചേച്ചി ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുൻപ് ധനുഷ് എനിക്കൊരു വാക്ക് തന്നിരുന്നു. എന്ത് വാക്ക്? തടസ്സങ്ങളൊന്നും കൂടാതെ വഴിപാടുകളെല്ലാം നടത്തി വരാൻ ധനുഷ് സഹായിക്കാന്ന്. പറഞ്ഞ വാക്ക് ധനുഷ് പാലിച്ചു. നിങ്ങൾ രണ്ടുപേരും കൂടെ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് അവർക്ക് ക്ഷേത്രത്തിൽ പോവാൻ എന്ത് തടസ്സം ഉണ്ടായിരുന്നേ? ആ തടസ്സം എന്തായിരുന്നെന്ന് ധനുഷിനറിയാം. അത് മാറ്റിയതും ധനുഷ് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. താങ്ക്സ് ധനുഷ്. സമയം പോലെ ധനുഷ് അത് സ്നേഹിക്കുന്ന പറഞ്ഞു കൊടുത്താൽ മതി.